ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ഒത്തുചേർന്ന് ശിവഗിരിയിൽ ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രം സൃഷ്ടിച്ച അതേകണക്ക് ആ ചരിത്ര ഓർമ്മയെ നിലനിർത്തിക്കൊണ്ടുള്ള നാളത്തെ ഇവിടെ ഒരു പരിപാടി നടക്കുകയാണ്. അതിന് കേരളത്തിൻ്റെ 3 ഭാഗത്തു നിന്നും ശിവഗിരിയിൽ നിന്നും ദീപശിഖയും അതേപോലെ തന്നെ വൈക്കത്ത് നിന്ന് കൊടിമരവുമായിട്ട് വരുന്ന ജാഥയാണ് ഇന്നിപ്പോൾ ഇവിടെ ആശ്രാമം മൈതാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. കൊല്ലത്തെത്തുകയും കൊല്ലത്തുനിന്ന് നിരവധി ശ്രീനാരായണ ഭക്തരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇവിടെ ആശ്രാമം മൈതാനത്ത് എത്തിയിരിക്കുകയാണ്. നാളെ ഏതാണ്ട് 9 മണിക്കാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഈ പരിപാടി ഇത്രയൊരു 100 വർഷം തികയുന്ന ഉദ്ഘാടനം കർമ്മം നിർവഹിക്കുന്നത്. അദ്ദേഹം നാളെ 9 മണിക്ക് തന്നെ ഇവിടെ എത്തും. ഏതാണ്ട് 15,000-ഓളം പേരാണ് നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും കേരളത്തിൻ്റെ തന്നെ 3 ഭാഗത്തു നിന്നായിട്ട് ഇന്ന് കാലത്തെ 9 മണിക്ക് തിരിച്ച ഒരു പതാക യാത്ര ദീപശിഖ പ്രയാണം ഇന്ന് കൊല്ലത്തെത്തുകയും കൊല്ലത്ത് നിർത്തി ഇവിടെ എത്തുകയും ഇപ്പോൾ കൊടിമരം ഇവിടെ നാട്ടുകയും ചെയ്യും. കൊടിമരത്തിൽ കൊടി നാട്ടിക്കഴിഞ്ഞാൽ നാളെ 9 മണിക്കാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഇത് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനുവേണ്ടി കോൺഗ്രസിൻ്റെ തന്നെ നമ്മുടെ രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രവും അതേപോലെ തന്നെ ശിവഗിരി മഠവും കൂടെ ചേർന്നാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഇവിടുന്ന് ശിവഗിരി മഠത്തിലെ സ്വാമിമാരെല്ലാം ശ്രീ സച്ചിദാനന്ദയും അതേപോലെയുള്ള സെക്രട്ടറിയും മറ്റുള്ളവരെല്ലാം ചെന്ന് ഡൽഹിയിൽ വെച്ച് ശ്രീ നരേന്ദ്രമോദിജിയുടെ അടുത്ത് വെച്ച് ഇത്തരത്തിൽ ഒരു ഓർമ്മ അതേ കണക്ക് 100 വർഷം തികഞ്ഞ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ചടങ്ങ് നടക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ളതാണ് കൊല്ലം ചരിത്രമുറങ്ങുന്ന ഈ ആശ്രാമം മൈതാനത്താണ് ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നത്. എന്തായാലും 15,000-ഓളം ഗുരുഭക്തരും എല്ലാവരും എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രവും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ സംഘടനയായിട്ടുള്ളവരും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ അടൂർ പ്രകാശ് MP ഉണ്ട്. അതേപോലെ തന്നെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ അധികം കോൺഗ്രസ് നേതാക്കളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രം ആയതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ ജെർമിയാസ് അതേപോലെ തന്നെ ശ്രീ ബിന്ദു കൃഷ്ണ അതേ കണക്ക് കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളെല്ലാം തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അതിവിടെ സമാപിച്ചിരിക്കുകയാണ്. അതേപോലെ ഇനി നാളത്തെ പരിപാടി എന്തായാലും ഗംഭീരമായിരിക്കും. ഇവിടെ തന്നെയാണ് ആസാം മൈതാനത്താണ് ഹെലികോപ്റ്ററിൽ ശ്രീ രാഹുൽ ഗാന്ധി ഇറങ്ങുന്നത്. അതിനുശേഷമാണ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഗുരുദേവനും അതേപോലെ തന്നെ ശ്രീ മഹാത്മാഗാന്ധിയും ഒത്തുചേർന്ന് സംഗമിച്ചതിൻ്റെ 100 വർഷം തികഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനും അതിൻ്റെ കാര്യങ്ങളും അന്ന് ആ ചരിത്രം കാര്യവും നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. എന്തായാലും വിജയകരമായിട്ട് ദീപശിഖ പ്രയാണവും കൊടിമര യാത്രയും ഇവിടെ ആശ്രാമത്ത് എത്തിച്ചേർന്നു. അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങളെല്ലാം നാളെ തന്നെ 9 മണിക്ക് തന്നെ വലിയ ഒരു ഹാള് തന്നെ കെട്ടി ആശ്രാമം മൈതാനത്ത് ജനങ്ങൾക്ക് പാർക്കിങ്ങിനും എല്ലാം സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ആശ്രാമം മൈതാനം. അതിൻ്റെ എല്ലാ ഇവിടെ ഈ സൈഡിലെല്ലാം ചട്ടമ്പിസ്വാമിയുടെയും ആർ ശങ്കറിൻ്റെയും അംബേദ്കറിൻ്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയൊക്കെ എല്ലാ ഈ തൂണുകളിലും ഇത്തരത്തിൽ ചരിത്ര പുരുഷന്മാരുടെയൊക്കെ ചിത്രങ്ങൾ പതിച്ചിട്ടുണ്ട്. അതേപോലെ ഈ യാത്രയിൽ ഉടനീളം മഹാത്മാഗാന്ധിജിയെയും ഗുരുദേവൻ്റെയും അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ചിത്രം വഹിച്ചുകൊണ്ടുള്ള ഒരു പതാക ദീപശിഖ യാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കർമ്മ ന്യൂസ് രാംഭദ്രൻ.